ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കുട്ടി യാത്രയാണ് പോണത്. ഈ കുട്ടി യാത്ര എന്ന് പറയാൻ കാരണം ഞങ്ങൾ 4-5 പേരായിട്ട് പോയി കണ്ടുകൊണ്ടിരുന്ന സിനിമ കാണലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 3 പേരായിട്ട് മാറി. ഞാനും സബി, വീണ ചേച്ചി മാത്രം. ബാക്കിയുള്ളവർക്ക് നല്ല തിരക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ സ്മാർട്ട് ബസാറിലേക്ക് വീണ ചേച്ചി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയതാണ്. കയറിയ വഴിക്ക് ഇവളെ ഏതോ ഒരു പാവത്തിനെ തട്ടിമറിച്ചിടാൻ ശ്രമിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി പറ്റി കണ്ണും തള്ളി വിശ്രമിച്ച് പോയി. കാരണം ഞങ്ങൾ ഈ നാട്ടുകാരാണെങ്കിലും ആദ്യമായിട്ടാണ് ഇരിങ്ങാലക്കുടയിൽ ഇത്രയും വലിയൊരു സൂപ്പർ മാർക്കറ്റുള്ള കാര്യം ഞങ്ങൾ കാണുന്നത് പോലും. കാരണം നമ്മൾ നാട്ടിൻപുറത്തുകാരായതുകൊണ്ട് തൊട്ടടുത്ത് ഒരുപാട് കടകളുള്ളതുകൊണ്ട് അവിടേക്കാണ് പോക്ക്. അങ്ങനെ വലിയ അത്യാവശ്യങ്ങൾ വന്ന് മാത്രം സൂപ്പർ മാർക്കറ്റിൽ വരേണ്ട ആവശ്യം വരാറുള്ളൂ. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. ഓരോ സ്പേസിനിടയിൽ കൂടെയൊക്കെ നമുക്കിങ്ങനെ 3-4 പേർക്കൊക്കെ ഒരുമിച്ച് നടന്നു പോകാം. അത്രയും വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്ന സാധനം താഴെയല്ല മുകളിലാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മേലെ വലിഞ്ഞ് കയറി അവിടെ വെച്ചിട്ട് സെൽഫി എടുത്തു. ഫ്രണ്ട്ഷിപ്പിനിടയിൽ സെൽഫിക്ക് ഭയങ്കരമായിട്ടുള്ള സ്ഥാനമുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടോപ്സിൻ്റെ റേറ്റൊക്കെ നോക്കി. വാങ്ങാനൊന്നല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഇതാ ഇവളെ മുന്നിൽ വീണ്ടും എത്തി. ഇവളെ കൊച്ചിനെന്ത് ഇറേസറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ ഇരിങ്ങാലക്കുട ചെമ്പശ്ശേരി തിയേറ്ററിലേക്കാണ് വെച്ചെടുക്കുന്നത്. ഞങ്ങൾ സ്ഥിരം അവിടെ തന്നെയാണ് പോകാറ്. അവിടെ പോകാൻ കാരണം അവിടെ തൊട്ടടുത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്. ചെന്ന വഴി ഞങ്ങൾ ഓടി തിയേറ്ററിൽ കയറി. കാരണം പുറത്ത് ഭയങ്കര വെയിലാണ്, നല്ല ചൂടാണ് ഗൈസ്. അങ്ങനെ വീണച്ചേച്ചി പതുക്കെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇതാ വന്ന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ടിക്കറ്റ് കൺട്രോളിലും മറ്റേ മീശമാധവല്ല പോലെ തന്നെ മൈക്കിൽ വിളിച്ച് പറഞ്ഞ സമ്പ്രദായമൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മീശമാധവൻ സിനിമയുടെ കഥയൊക്കെ പറഞ്ഞ് അവിടെ ചിരിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ അതേ ടിക്കറ്റ് കിട്ടി ഞങ്ങൾ സിനിമ കാണാൻ കയറുവാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ പെൻഡിങ് ലിസ്റ്റിലുള്ള സിനിമയായിരുന്നു അത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ പറ്റിയില്ലായിരുന്നു. ഇതാണ് ആ സിനിമ, ദ ഓഫീസ്. അങ്ങനെ തിയേറ്ററിനകത്ത് കയറി. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു, അതുകൊണ്ട് കുറച്ച് പോസ്റ്റായി. കുറേ ഫോട്ടോ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ചുറ്റിപ്പറ്റിക്കുന്നു. ഈ സിനിമ അടിപൊളി സിനിമയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ പേരൻസും കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണേണ്ടിയിരിക്കുന്ന സിനിമയാണ്. കാരണം അത്രയും ഈ കാലത്ത് കുട്ടികളൊക്കെ അത്രയും വയലൻസായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളതൊക്കെ കാണണം. ഇവളെ എൻ്റെ വീഡിയോനെ പുച്ഛിക്കുന്നു, പരിഹസിക്കുന്നു, ചിരിക്കുന്നു, എന്തൊക്കെയാണ് ഗൈസ് കാണിക്കുന്നത്. ഞാൻ ഈ ലൈറ്റൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. കാരണം സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഞാൻ സ്ഥിരമായിട്ട് സിനിമ തിയേറ്ററിലേക്ക് വരാറ്. അങ്ങനെ സിനിമയൊക്കെ കണ്ട് സത്യം പറയാലോ ഗൈസ് ഞാൻ കരഞ്ഞു പോയി. കാരണം എനിക്ക് ഈ സ്റ്റണ്ട് ഒക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം വരും. അങ്ങനെ ആ വിഷമം തീർക്കാനായിട്ട് ഞങ്ങൾ 3 പേരും തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചിക്കൻ ബിരിയാണി ചോറൊക്കെ കഴിച്ച് തട്ടി വീക്കണം. ഞങ്ങൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ പ്രത്യേക തരം ലഹരിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴി മുഴുവൻ ഞങ്ങൾ സിനിമയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്, കാലിക പ്രസക്തിയുള്ള സിനിമയാണ്. അങ്ങനെ ഈ വണ്ടി ഇതായത് ഇവിടെ ചവിട്ടി നിർത്തി. എന്തിനാണെന്ന് അറിയാമോ? എന്നെ ചവിട്ടി പുറത്തിടാൻ. കാരണം ഞാൻ ഇറങ്ങേണ്ട സ്ഥലം എത്തിയിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഇവരെ കൂടെയുള്ള യാത്രയിൽ നിന്ന് വിട പറയുന്നു. അപ്പം നാളെ കാണാം. ബൈ.